നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താടാ പിശാചേ? അച്ചോടാ ദേവൂട്ടി ഞെട്ടിയോ? നിനക്കിപ്പോ എന്താടാ വേണ്ടേ? നിന്റെ ചന്ദ്രലേഖ വക്കീല് അലക്ക് തുടങ്ങി അല്ലേടി? ഓ തുടങ്ങിയായിരുന്നോ? തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിളി വന്നിരുന്നു. ആഹാ, ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ? അല്ല, നിനക്ക് കേരളത്തിനകത്തും പുറത്തുമായിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസ് കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഒരുപാടങ്ങ് കിഴക്കോട്ട് പോവല്ലേടി ദേവികെ, വഴിയിലെ ഒറ്റക്കൊമ്പങ്ങ. ഓ സാരല്ലടാ, എന്റെ കയ്യിലെ എടച്ചങ്ങലയും തോട്ടിയും ഉണ്ട്. വിളി വന്നതേ സാമ്പ്രാണിക്കൊടി സ്റ്റേഷനിൽ നിന്ന്. പൊന്നുമണി നൽകിയ പരാതി. ആഹാ, നന്നായി. 3 വർഷം മുൻപ് ഒരു പിറന്നാൾ ദിനത്തിൽ സാമ്പ്രാണിക്കൊടിയിലെ കൊച്ചുകൃഷ്ണൻ അമ്പലത്തിന് മുൻപിൽ നിന്ന് പൊന്നുമണിയെ ഒരു കറുത്ത അംബാസഡർ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് നീയാണെന്ന് ഇനി പോലീസ് തെളിയിച്ചോളൂ. കോപ്പാണ്. ഇത്ര ഓലപ്പാമ്പ് കണ്ടിട്ടൊന്നും ശരത്ത് വിരളത്തില്ല. ഇതിലും വലിയ വെള്ളിയാഴ്ച കണ്ടിട്ടുണ്ട് ബാപ്പ. പിന്നെ 3 വർഷത്തെ പരാതിയുമായിട്ട് വന്നേക്കും. അത് നിനക്ക് നിയമം അറിയാൻ വയ്യാത്തോണ്ടാ ശരത്ത് മോനെ. 3 അല്ല 10 വർഷത്തിന് ശേഷമാണ് ഒരു സ്ത്രീ പരാതി കൊടുക്കുന്നെങ്കിൽ പോലും അതിന് വാല്യൂ ഉണ്ടടാ. ആണോ? ആ, പക്ഷേ 3 വർഷം മുമ്പ് പൊന്നുമണിയെ കൊണ്ടുപോയത് ഏതോ ഒരു ക്രിസ്തുദാസ് അല്ലേ? അതിന് പാവ ശരത്ത് എന്ത് പിഴച്ചു? ആദ്യം ക്രിസ്തുദാസും ശരത്തും ഒരാളാന്ന് തെളിയിക്കട്ടെ. അതോർത്ത് നീ വിഷമിക്കണ്ട. പോലീസിന്റെ പണി അവര് ഭംഗിയായിട്ട് ചെയ്തോളൂ. എന്റെ പണി ഞാൻ എപ്പോഴേ ഭംഗിയായി തുടങ്ങിക്കഴിഞ്ഞു. അതാണല്ലോ DNA ടെസ്റ്റിന് കുഞ്ഞില്ലാത്തത്. അതേടി, സാമ്പ്രാണിക്കൊടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നെന്ന് കരുതി ശരത്ത് അങ്ങ് ഭയന്ന് ചുരുണ്ടു പോകത്തൊന്നുമില്ല. നല്ല ഒന്നാമതൊരു വക്കീലിനെ വെച്ച് ഞാനും ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്യാൻ പോവാ. അതിന്റെ ഒപ്പം ഒരു ഡിഫമേഷൻ കേസും. മാന്യന്മാർക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? പിന്നെ ശരവണനെ കൊണ്ട് തന്റെ ഭാര്യയെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി അത് വേറെ ഫയൽ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിരുമംഗലം സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ശരവണനും പൊന്നുമണിയും കല്യാണം കഴിച്ചതിന്റെ രേഖകളും ഹാജരാക്കും. സാമ്പ്രാണിക്കൊടി ശങ്കരൻ മരണം വരെ കോടതി കയറി ഇറങ്ങിയാലും ശരത്തിനെ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. അയ്യപ്പന്റെ മുൻപിലാന്നോടി നിന്റെ പുലികളി. അമ്മേ, എന്താ? അമ്മയുടെ മരുമോള് ഒരു വിധത്തിലും ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? നീ കാര്യം പറ. അവരെ പൊന്നുമണി എന്ന് പറയുന്ന പിഴച്ച പെണ്ണിന് വേണ്ടി ഒരു വക്കീലിനും കൂട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിന് സ്വന്തം മകൾക്കെതിരെയാ അവര് പടക്കി നിൽക്കുന്ന ബോധം അമ്മയ്ക്കുണ്ടോ? അതിന് ദേവിക അല്ലല്ലോ വക്കീലിനെ ഏർപ്പെടുത്തിയത്, സിദ്ധാർത്ഥനല്ലേ? ദേവിക പറഞ്ഞാ പിന്നെ സിദ്ധാർത്ഥൻ എന്തും ചെയ്യുമല്ലോ. നീ ഇപ്പോഴത്തെ പ്രശ്നം പറ. ശരത്തേട്ടന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നോ? അതെ, പൊന്നുമണിയുടെ പരാതിയില്. ഇതെല്ലാം ചെയ്യിക്കുന്നത് ദേവികയാ. ഞങ്ങളെ ദ്രോഹിക്കാൻ, ഞങ്ങളുടെ കല്യാണം മുടക്കാൻ. ഇടയ്ക്കിടയ്ക്ക് അവര് സാമ്പ്രാണിക്കൊടി വിസിറ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാ. എന്നിട്ട് പോലീസ് വിളിച്ചിട്ട് എന്തു പറഞ്ഞു? പോലീസ് വിളിച്ചിട്ടേ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു. അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാ, ഒന്നും കൂടി പറയുവാ. കള്ളക്കേസിൽ കുടുക്കി എന്റെ ശരത്തേടനെ ജയിലിലാക്കുകയോ എന്നെ നാണം കെടുത്തിയോ ചെയ്താ പിന്നെ ജീവനോടെ നിങ്ങൾ എന്നെ കാണില്ല. വായ തുറന്നാൽ ഉടനെ നീ ചാവുന്ന കാര്യം പറയാതെ, അതാണോ പ്രശ്നത്തിന്റെ പരിഹാരം? അങ്ങനെയെങ്കിൽ എനിക്ക് അവരൊന്ന് തോൽപ്പിക്കണം. എന്റെ ശവം ആ നശിച്ച ദേവികയെ കൊണ്ട് തീറ്റിക്കണം. അച്ഛനോടും കൂടി പറഞ്ഞേക്ക്.
അതിപ്പോ പെട്ടെന്ന് അറസ്റ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അച്ഛാ. മനോഹരേട്ടാ, എന്നാ മനോഹരേട്ടാ, പാർവതി അടുക്കളക്കകത്ത് തീ പിടിച്ചു? അടുക്കളയിൽ മാത്രമല്ല ഈ വീടിന് മൊത്തം തീ പിടിച്ച് നിൽക്കുകയല്ലേ. എങ്കിൽ പിന്നെ ഫയർഫോഴ്സിനെ വിളിക്ക് പാർവതി. മനോഹരേട്ടാ, മനുഷ്യനിവിടെ നീറി നീറി നിൽക്കുമ്പോ ഒരുമാതിരി തമാശ പറയല്ലേ. ആ, നീ കാര്യം എന്നാന്ന് വെച്ചാ പറ പാർവതി. ശരത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്ന് നിത്യമോള പറഞ്ഞത്. ഇക്കാര്യം തന്നെയാ പാർവതി ഞാനും ദേവിയും മോളും കൂടെ സംസാരിച്ചോണ്ടിരുന്നേ. അല്ല, ശരത്തിനെ പോലീസ് പിടിച്ചതിന് നീ എന്തിനാ പാർവതി കത്തിക്കയറുന്നേ? ശരത്തിനെ പോലീസ് പിടിച്ച് ജയിലിലിട്ട നമ്മുടെ നിത്യമോളുടെ ഭാവിയല്ലേ പോകുന്നേ. നിത്യമോടെ ഭാവിയെ രക്ഷപ്പെടും. അമ്മേ, പൊന്നുമണി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തില് വിവരങ്ങൾ ചോദിച്ചറിയാനായിരിക്കും ശരത്തിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ശരത്ത് നിരപരാധിയാണെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. തെളിവില്ലാതെ പോലീസിന് ആരെയും അറസ്റ്റ് ചെയ്യാനും ജയിലിലിടാനും ഒന്നും പറ്റത്തില്ല. അതെ, നിരപരാധിയായ ശരത്ത് മോൻ ചങ്കം വിരിച്ച് അങ്ങോട്ട് പോണം. ആ, ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ആത്മഹത്യ ചെയ്യുന്ന നിത്യമോള് പറഞ്ഞത്. ആ, വളരെ നല്ല കാര്യം. കതിരിടാത്ത കളകള് കള ഒഴിഞ്ഞു പോകുന്നതാ നല്ലത്. മകൻ അപകട മരണം, മകൾക്ക് ആത്മഹത്യ. ഞാനേ അങ്ങനെ അങ്ങോട്ട് സമാധാനിക്കത്തേ ഉള്ളൂ. അല്ലാതെ ആത്മഹത്യ ഭീഷണി മുഴക്കി എന്നെ ആരും ഭയപ്പെടുത്താൻ വരണ്ട. എങ്ങനെ ശരത്ത് അറസ്റ്റിലായ നമ്മൾ എന്ത് ചെയ്യും മനോഹരേട്ട? നമ്മളൊന്നും ചെയ്യണ്ട. ചെയ്യേണ്ടതൊക്കെ പോലീസും കോടതിയും അങ്ങോട്ട് ചെയ്തോളും. മനോഹരേട്ട, എൻ്റെ പാർവതി, ഈ കർമ്മഫലം എന്നൊരു സാധനമുണ്ട്. ആ, അത് അനുഭവിച്ചേ മതിയാവൂ. ഒരു പെണ്ണിൻ്റെ കണ്ണുനീരും ഒരു പൊടിക്കുഞ്ഞിൻ്റെ കരച്ചിലും അവൻ്റെ തലയ്ക്ക് മുകളിൽ അതുണ്ടെങ്കിൽ ശരത്ത് അവനത് അനുഭവിച്ചേ മതിയാവും. അത് സ്വയം ഇരന്ന് വാങ്ങുന്ന വിധിയാ. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പോലും കഴിയില്ല എന്ന് കേട്ടിട്ടില്ലേ? വരാനുള്ളതേ വരും. വരുന്നിടത്ത് വെച്ച് കാണാം. സോമന ശംഖ് കറക്കി ഏറ്റവും അടുത്ത മുഹൂർത്തം അങ്ങ് നോക്ക്. നിത്യമോളുടെയും ശരത്തുമോന്റെയും കല്യാണം ഇനി നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനാ? എന്തായാലും വ്രതവും കഴിഞ്ഞു, മല കയറിയിട്ട് വരികയും ചെയ്തു. അതെ. ആ പിന്നെ ശംഖ് കറക്കുമ്പോ ആ പോലീസ് കേസിന്റെ കാര്യം കൂടെ ഒന്ന് നോക്കിക്ക്. എന്താ അവസ്ഥയെന്നൊന്നും അറിയാലോ. നോക്കാം. ആ, കൊച്ചുമോടെ കല്യാണക്കാരി എന്തായെന്ന് നാട്ടുകാർ ചോദിക്കാനും പറയാനും തുടങ്ങി. നാട്ടുകാരുടെ ചോദ്യവും പറച്ചിലും നേരത്തെ തന്നെ ഉണ്ടല്ലോ. അതിപ്പോ കൂടി വരിക. അമ്പലത്തിൽ ചെല്ലുമ്പോ ഓരോരുത്തരും കുത്തി അങ്ങ് ചോദിക്കുക. കൊച്ചുമോക്ക് വിശേഷം ഉണ്ടോന്ന് വരെ ചോദിക്കാൻ തുടങ്ങി. എന്തൊരു നാണക്കേടാ. അത് കല്യാണത്തിന് മുമ്പ് വീട്ടിലൊരു ചെറുപ്പക്കാരനെ കയറ്റി താമസിപ്പിക്കുമ്പോ ഓർക്കണമായിരുന്നു. ആ, അത് പിന്നെ ഇവളെ കെട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ. സുതിമോന്റെ കൂട്ടുകാരൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നു. എന്തോന്നാ കൊച്ചതിന്റെ പേര്? പേയിങ് ഗസ്റ്റ്. ആ, പേയിങ് ഗസ്റ്റ്. അതുകൊണ്ടിപ്പോ എന്ത് സംഭവിച്ചു? ഒരു കുഴപ്പമില്ല. പിന്നെ ഈ വിഭാഗത്തെ നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? അതൊക്കെ അങ്ങ് പട്ടണത്തിൽ ചെന്ന് നോക്കണം. ആരും ഇതൊന്നും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. അതിനിപ്പോ പട്ടണം ഇങ്ങോട്ട് കെട്ടിവലിച്ചോണ്ട് വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിലിപ്പോ കല്യാണം നടക്കുന്നതിൽ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞോ? അച്ഛനല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്. ആ ദേവിക ഓരോന്ന് ഊതി കൊടുക്കുന്നത് കേട്ട് അച്ഛൻ കല്യാണം ഇങ്ങനെ തള്ളി കൊണ്ടുപോകുന്നതല്ലേ. മര്യാദയ്ക്ക് നടന്ന ഹൽദി അവര് കൊളവാക്കി. അല്ലെങ്കിൽ പിറ്റേ ആഴ്ച കല്യാണം നടന്നു പോയനെ. ഇനിയിപ്പൊ വഴിയെ പോകുന്നവളുമാര് കൊടുക്കുന്ന കേസ് തീർത്തിട്ട് എന്റെ കല്യാണം നടത്താന്ന് പറഞ്ഞാ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല.